السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനാദ ആദരവുകൾ നിറഞ്ഞ വേദിയിലുള്ള വിശിഷ്ടാതിഥികൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ ദീനീ സ്നേഹികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലാക്കി അല്ലാഹു തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മോട് പ്രൗഢഗംഭീരമായ പ്രഭാഷണം നടത്താൻ വേണ്ടി കേരള കർണാടകയിലെ പ്രഗത്ഭനായ പ്രഭാഷകൻ വന്യരായ ഹംസ മിസ്ബാഹി ഹോട്ടപ്പദ ഉസ്താദ് അവറുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് വരും. ഉസ്താദ് വേദിയിൽ വരുമ്പോൾ സദസ്സ് ഭംഗിയാക്കി കാണിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ദൂരെ നിൽക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങൾക്ക് സജ്ജമാക്കിയ സദസ്സിൽ വന്നിരുന്ന് സദസ്സ് ഭംഗിയാക്കി തരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കുക. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവറുകളുടെ പ്രഭാഷണത്തിന് ഇപ്പോൾ തന്നെ തുടക്കമാവും. ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉസ്താദ് സ്റ്റേജിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് നാം ഇന്ന് വളരെ ഒരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ്. നമ്മുടെ നാട്ടിൽ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് പഠിപ്പിക്കുന്ന ഒരു മദ്രസ, ഒരു വിളക്കുമാടം നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നു എന്നത് അത് ചെറിയ ഒരു വിഷയമല്ലല്ലോ. ഒരു നാട്ടിൽ ഒരു മദ്രസയുണ്ട് എന്നതിൻ്റെ അടയാളം ആ നാട്ടിൽ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ദീനിയായ ഇൽമ്, അറിവുകൾ നുകരുന്ന, അറിവ് പഠിക്കുന്ന, അറിവ് സമ്പാദിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒരവസരം ഈ നാട്ടിലുണ്ട് എന്നല്ലേ. ഒരു മദ്രസ ഒരു നാട്ടിലുണ്ടാകുമ്പോൾ ദീനിയായ അറിവുകൾ പഠിക്കുന്ന മക്കളുണ്ട്. ആ മക്കൾക്ക് ദീനിയായ ഉലൂമുകൾ ലഭിക്കുന്നുണ്ട്. അത് അള്ളാഹു നമുക്ക് ചെയ്ത ഒരു വലിയ അനുഗ്രഹമാണ്. മദ്രസ എന്നുള്ളത് അത് നമ്മുടെ പ്രഥമ പാഠശാലയാണ്. ഒരു വിദ്യാർത്ഥി വളരുന്നതും ഒരു മുഅ്മിനായ മനുഷ്യൻ ഉയർന്നു വളർന്ന് വലുതായി വലിയ പാണ്ഡിത്യത്തിലേക്ക് എത്തിയാലും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാഠശാലയാണ് മദ്രസ എന്നുള്ളത്. ഞാമൊക്കെ ഖുർആൻ ഓതാൻ പഠിച്ചതും നിസ്കരിക്കാൻ പഠിച്ചതും നോമ്പ് നോക്കാൻ പഠിച്ചതും എല്ലാ നല്ല കാര്യങ്ങളൊക്കെ പഠിച്ചത് അതിൻ്റെ തുടക്കം മദ്രസയിൽ നിന്നാണല്ലോ. അലിഫ് ബാ എന്നീ അക്ഷരങ്ങൾ വരെ കൂട്ടിച്ചേർക്കാൻ ഓതാൻ പഠിച്ചതൊക്കെ നമ്മുടെ മദ്രസകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഉസ്താദന്മാര് പറയാറുണ്ട്, 1-ാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദന്മാരെ മറന്നുകൂടാ എന്ന്. ഞാൻ എവിടെ ഏത് ഉന്നത സ്ഥാനത്തെത്തിയാലും അതിൻ്റെ എല്ലാം പിന്നിൽ കാരണം മദ്രസയും ആ മദ്രസയിലെ ഉസ്താദന്മാരുമാണ്. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിൻ്റെ ഒരു അനുഗ്രഹമായി, ഈ നാട്ടിൻ്റെ ഒരു സന്തോഷമായി ഒരു മദ്രസ, വളരെ സുന്ദരമായ മദ്രസ നമ്മുടെ നാട്ടിലെ ദീനി സ്നേഹിയും ഉദാരമനസ്കനും എല്ലാ ദീനി സ്ഥാപന സംഘടനകൾക്കൊക്കെ യഥേഷ്ടം സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലത്തീഫ് യൂണിവേഴ്സൽ എന്ന് പറയുന്ന
ഒരു മാന്യ വ്യക്തി അദ്ദേഹം സ്പോൺസർ ചെയ്ത മുഴുവൻ അദ്ദേഹത്തിൽ നിന്ന് ഈ മുഴുവൻ ഇതിന്റെ എല്ലാ സമ്പത്തും അദ്ദേഹം ചെലവഴിച്ചതാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ആയുരാരോഗ്യം നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ബിസിനസ്സിലും എല്ലാ വിഷയത്തിനും അല്ലാഹു ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷവും അല്ലാഹു അദ്ദേഹത്തിന് നൽകട്ടെ. നാം എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഇനി മദ്രസയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നാട്ടുകാരായ നമ്മുടെ ബാധ്യതയാണ്. ദീനിയായ അറിവ് പഠിക്കുന്ന ഒരു കേന്ദ്രത്തെ നല്ലോണം വളരെ അതപോടെ ആദരവോടെ കാണേണ്ടത് അത് നമ്മുടെ ഒരു കടപ്പാടായി ഒരു ബാധ്യതയായി മാറുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത് മനസ്സിന്റെ അടിത്തട്ടിലുള്ള തഖ്വയിൽപ്പെട്ടതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ മദ്രസ മുടങ്ങാതെ എല്ലാ ദിവസവും അറിവ് നുകരുന്ന പഠനം നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. അതെല്ലാ ദിവസവും മദ്രസ 100% പ്രവർത്തന രംഗത്തുണ്ടാവേണ്ടത്, അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് ഈ നാട്ടുകാരായ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരു കുട്ടി ദീനിയായ ഒരു അറിവ് ഈ മദ്രസയിൽ നിന്ന് പഠിക്കുമ്പോ അതിന്റെ സന്തോഷവും ബർക്കത്തും ലഭിക്കുന്നത് ആ കുട്ടിക്ക് മാത്രമല്ല. ഈ മദ്രസ ഉണ്ടാകാൻ ആരെല്ലാം കാരണക്കാരായോ, ഈ മദ്രസയുടെ നിർമ്മിതിയിൽ ആരെല്ലാം പങ്കാളികളായോ, ഈ മദ്രസ ഇവിടെ ഉയർന്നു വരാൻ അതിന്റെ പിന്നിൽ ആരുടെയെല്ലാം കരങ്ങൾ പ്രവർത്തിച്ചുവോ, എല്ലാവർക്കും ഇതിന്റെ ഫലങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതാണല്ലോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരാൾ മരണപ്പെട്ടാൽ എല്ലാം അവന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോയാലും നിലനിൽക്കുന്ന ചില അമലുകളുണ്ട്. അതിൽ പ്രത്യേകം എണ്ണി പറഞ്ഞു, ഒന്ന് ജാരിയായ സ്വതക്ക എന്നതാണ്. തീർച്ചയായും നമുക്കറിയാം, ഈ മദ്രസ നിർമ്മിച്ച വ്യക്തിക്ക് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഒരു ജാരിയായ സ്വതക്ക തന്നെയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകട്ടെ. ഒരു സമൂഹത്തിന് വേണ്ടി ഒരു നന്മ ഒരാൾ ചെയ്തു വെച്ചാൽ സമൂഹം അത് ആസ്വദിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന് അതിന്റെ ഫലങ്ങൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ മദ്രസ ഇന്ന് തുടക്കം കുറിക്കുമ്പോ നാളെ മുതൽ മറ്റന്നാൾ മുതൽ മദ്രസ പഠനം ആരംഭിക്കുമ്പോ പിഞ്ചോമന കുരുന്നു മക്കൾ വരെ ദീനിയായ ഉലൂമുകൾ പഠിക്കാൻ അവരെ നാവിങ്ങനെ ചലിപ്പിക്കുമ്പോ അതിന്റെ സന്തോഷവും ബർക്കത്തും നാട്ടിനിക്കും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു എന്നത് എത്രമാത്രം അതൊരു സൗഭാഗ്യമാണ്. എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരോട് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു, ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ദീനിന്റെ കേന്ദ്രമാകുന്ന മദ്രസയെ വളരെ പ്രാമുഖ്യത്തോടെ കണ്ടുകൊണ്ട് മദ്രസയെന്നും ദൈനംദിനം സുന്ദരമായി മുന്നോട്ടു പോകാൻ അതിനെന്തൊക്കെ വേണമോ അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നമായ ഈ മദ്രസയുടെ മുഹിബ്ബീങ്ങളാകണം നമ്മൾ. ഈ മദ്രസക്ക് പാർട്ടിയില്ലല്ലോ, ഈ മദ്രസക്കൊരു സംഘടനയില്ലല്ലോ. അത് എല്ലാ ഈ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അള്ളാഹുവിന്റെ പ്രകാശം വിതറുന്ന ഒരു കേന്ദ്രം തന്നെയാണ്. അത് വളരെ സുരക്ഷിതമായി മുന്നോട്ടു പോകാൻ അതിനൊരു കമ്മിറ്റിയും കാര്യങ്ങളും ഉണ്ടാകുമെന്നല്ലാതെ
അത് ഈ നാട്ടിന്റെ മദ്രസയാണ്, ഈ സമൂഹത്തിന്റെ മദ്രസയാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളമാണത്. അതിനെ സ്നേഹിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും അതിന് ഖിദ്മ ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കലും സംരക്ഷിക്കലുമാണ്. അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കലും കൂടിയാണ്. കാലം ഫസാദായി കൊണ്ടുപോകുന്ന ഈ ഒരു ആഖിറു സമാനിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുക, അതിനോട് ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ശാരീരികമായും മാനസികമായും അതിനേക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുക എന്നത് അത് ഈമാനുള്ളവന്റെ ഒരു അടയാളവും കൂടിയാണ്. ഒരാൾ ഈ മദ്രസയെ നല്ലോണം ബഹുമാനിക്കുമ്പോ ആദരിക്കുമ്പോ അതിന്റെ എല്ലാ ഹുർമത്തും അതിന് കൽപ്പിക്കുമ്പോ പള്ളി മദ്രസ എന്നുള്ളത് അത് അല്ലാഹുവിന്റെ ദീനിന്റെ ഏറ്റവും വലിയ അടയാളം തന്നെയാണ്. ഭൗതികമായ കലാലയങ്ങളിലേക്ക് എവിടെങ്കിലും ഉണ്ടെങ്കിലോ അതൊരിക്കലും ദീനിയായ ഒരു സംരംഭമല്ലല്ലോ. അതിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കത് അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നമാണ് എന്ന് പറയാനും കഴിയില്ലല്ലോ. പക്ഷേ ഇസ്ലാം ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുന്ന, അള്ളാനെ അറിയുന്ന, മുത്തുനബിയെ മനസ്സിലാക്കി കൊടുക്കുന്ന പിഞ്ചോമന മക്കൾ അവരുടെ ചുണ്ടുകളിലൂടെ വിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ ഉരുവിടുന്ന മദ്രസ എന്നുള്ളത് തീർച്ചയായും അത് ദീനിന്റെ ഒരു ചിഹ്നം, ഒരു അടയാളം തന്നെയാണ്. വിശുദ്ധമായ പള്ളി അള്ളാഹുവിന്റെ ദീനിന്റെ ഷിആറായതുപോലെ അതുകൊണ്ട് ആ ബഹുമാനം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിവിടെയുള്ള മദ്രസ എന്നല്ല ഞാൻ പറയുന്നത്. ഏത് നാട്ടിലൊരു പള്ളിയും മദ്രസയും ദീനിയായ സംരംഭങ്ങൾ, സ്ഥാപനങ്ങൾ എവിടെയുണ്ടോ എല്ലാത്തിനെയും നല്ല മനസ്സോടെ സമീപിക്കുക എന്നത് അത് ഹൃദയശുദ്ധിയുള്ളവന്റെ ഭാഗത്ത് നിന്ന് വന്നേ പറ്റൂ. അത് നല്ല മനസ്സിന്റെ ഉടമകൾക്ക് എല്ലാ മദ്രസകളെയും പള്ളികളെയും സ്ഥാപനങ്ങളെയും നല്ല മനസ്സോടെ വീക്ഷിക്കാൻ കഴിയും. കാരണം ബഹുമാനം, അള്ളാഹുവിന്റെ ശിഹാറിനെ ബഹുമാനിക്കുക എന്നത് അതൊരു നിസ്സാര കാര്യമല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ ശിഹാറുകളെ ബഹുമാനിക്കുമ്പോഴെല്ലാം അല്ലാഹു തആല നമുക്ക് വലിയ പ്രതിഫലവും ഉന്നതിയും നൽകും. ചിലപ്പോ ചില ആളുകൾക്ക് നിസ്കാരമുണ്ടാകാം, ഇബാദത്തുകളൊക്കെ കൃത്യമായിരിക്കാം, ഏതെങ്കിലും ഭൗതികമായ താല്പര്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരിലോ പക്ഷപാതത്വത്തിന്റെ പേരിലോ എവിടെയെങ്കിലും ഏതെങ്കിലും അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളോട് പുറംതിരിഞ്ഞു നിന്നാലോ തീർച്ചയായും അവന്റെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കാണാം, മസലുഹു കമസലിൽ കൽബ്. എന്താ അതിന്റെ മായന? ഒരു വലിയ പണ്ഡിതനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അദ്ദേഹം ഒരു നായയെ പോലെയാണ്. ഏതാ പണ്ഡിതൻ? ചെറിയൊരു പണ്ഡിതനല്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച, ലൗഹുൽ മഹ്ഫൂദ് നോക്കി ദർസ് ചൊല്ലിക്കൊടുത്ത അന്നത്തെ ഏറ്റവും വലിയ പ്രമുഖനായ പണ്ഡിതൻ ബൽഅം ഇബ്നു ബഊറ എന്ന പണ്ഡിതൻ. നിസ്കാരത്തിനൊട്ടും കുറവുണ്ടായിരുന്നില്ല, ഇബാദത്തുകൾ കൃത്യമായിരുന്നു. പക്ഷേ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു, അല്ലയാ പറയുന്നത് അദ്ദേഹം നായയെ പോലെയാണ്. എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? മൂസാ നബി അലൈഹിസ്സലാം എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോ അദ്ദേഹത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും കഴിഞ്ഞില്ല എന്നതാണ്, നിസ്സാരപ്പെടുത്തി എന്നതാണ് ചരിത്രം പറയുന്നത്. ഇബ്ലീസിന്റെയും ഫോൾട്ട് അതല്ലേ? ഇബ്ലീസ് എന്ന് പറയുന്ന ലഅനത്താക്കപ്പെട്ട പകയൻ ശൈത്താൻ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ
വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ പ്രശോഭിച്ചു നിന്നിരുന്ന ആളായിരുന്നില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഉസ്താദല്ലേ? ഏഴാകാശത്തിലും ആബിദെന്നും സാഹിദെന്നും തഖിയെന്നും വലിയ വലിയ പേരുകളെ കൊണ്ട് അറിയപ്പെട്ടവനല്ലേ ഇബ്ലീസ്? അല്ലാഹ് അദ്ദേഹം ചെയ്ത സുജൂദ് പോലെ ആരാ ചെയ്തത് ഇബാദത്ത്? പക്ഷേ ആദം നബി അലൈഹിസ്സലാം എന്ന അള്ളാഹുവിന്റെ ഖലീഫയെ അള്ളാഹു സൃഷ്ടിക്കുകയും ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്തുകൊണ്ട് എല്ലാവരോടും അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കണേ, അതെന്റെ ഖലീഫയാ, ഞാൻ പറഞ്ഞയച്ച പ്രവാചകനാണ്. എല്ലാവരും ആദരിച്ചില്ലേ? എല്ലാവരും സുജൂദ് ചെയ്തില്ലേ? എല്ലാ മലായികങ്ങളും. ഖുർആൻ വ്യക്തമായി ചരിത്രം പറയുന്നുണ്ട്, ഇബ്ലീസ് മാത്രം മാറി നിന്നു എന്ന് മാത്രമല്ല, ന്യായീകരണവും കൂടി പറഞ്ഞു എന്നാണ്. ഏത് തെറ്റിനിക്കും ന്യായീകരണം സ്വാഭാവികമാണ്. ഇബ്ലീസിന്റെ ന്യായീകരണം കേൾക്കുമ്പോ ചിലപ്പോ തോന്നിപ്പോകും, അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? അള്ളാഹിനോട് തിരിച്ചു ചോദിച്ചു അദ്ദേഹം. പകയൻ ഇബ്ലീസ് ചോദിച്ചു, കളിമണ്ണ് കൊണ്ട് പടച്ച ആദമനിക്ക് തീ കൊണ്ട് പടച്ച ഞാൻ സുജൂദ് ചെയ്യണോ? യഥാർത്ഥത്തിൽ ഒന്നും കൂടി ചിന്തിച്ചാൽ തീയിനേക്കാളും ഫലപുഷ്ടിയുള്ളതും മഹത്വമുള്ളതും ഫലമുള്ളതും മണ്ണിന് തന്നെയാണ്. ഇമാമിങ്ങൾ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മണ്ണിന്റെ മഹത്വം എത്രയോ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ വിവരം കുറഞ്ഞ ഇബ്ലീസ് അവിടുന്ന് ന്യായം പറഞ്ഞപ്പോ കാലങ്ങളോളം സുജൂദ് ചെയ്തവനാണെന്നുള്ള നോക്കിയില്ല, എത്രയോ ഇബാദത്ത് ചെയ്തവനാണെന്നുള്ള നോക്കിയില്ല. അല്ലാഹ് ഒരൊറ്റ വാക്കേ പറഞ്ഞു, പുറത്തു പോയിക്കോ, നിന്നെ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ട്, പുറത്തു പോയിക്കോ. എന്നിട്ട് പറഞ്ഞു, നീ കാഫിരീങ്ങളിൽ പെട്ടവനാണ്, നരകത്തിന്റെ ലീഡറാക്കി ഒരു കാലത്ത് വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ പ്രശോഭിച്ചു നിന്നിരുന്ന പകയൻ ഇബ്ലീസിനെ അജ്ഞതയുടെ അപജയത്തിലേക്ക് അദ്ദേഹം ആണ്ടുപോകാനും നരകത്തിന്റെ തീക്കുണ്ടിന്റെ ലീഡറാകാനുള്ള യോഗ്യത ഇബ്ലീസിന് കിട്ടാനുള്ള കാരണം എന്താ? അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചില്ല. അല്ലാഹ് ഒരു കാര്യം പറഞ്ഞു, മുത്തുനബി ഒരു കാര്യം പറഞ്ഞു, ഇമാമിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഇസ്ലാം ഒരു കാര്യം പറഞ്ഞാൽ യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ചിന്തിക്കാതെ അന്ധമായി സ്വീകരിക്കുക എന്നതാണ് ഇസ്ലാം. ചോദ്യോത്തരങ്ങളില്ലവിടെ, ദുർന്യായങ്ങൾ പറയാനില്ലവിടെ. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ഒരിടത്ത് പറയുന്നുണ്ട്, ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ചിന്തിച്ച് മാത്രമേ ഇസ്ലാമിന്റെ നിയമങ്ങളെ മനസ്സിലാക്കലാണ് വേണ്ടതെങ്കിൽ യാത്ര പോകുന്നവനിക്ക് അവനിക്ക് ഉളൂ ചെയ്യും, അവന്റെ ഖുഫ അവന് കാല് തടവേണ്ടതില്ല. ആദ്യം ഉളൂ എടുത്ത് കാലിലേക്ക് ഖുഫ ധരിച്ചാൽ ഒരു ഷൂ പോലത്തെ സാധനം അത് ധരിച്ച് യാത്ര പോയി എത്രയോ കിലോമീറ്റർ വിദൂര ജമ്മു കസറിനും പറ്റുന്ന ഒരു യാത്ര പോയാൽ നീ ആ കാലിന്റെ മുകളിലെ ഖുഫയുടെ മുകളിൽ ഇങ്ങനെ തടവിയാൽ മതി. പിന്നെയോ കാല് മുഴുവനും കഴുകേണ്ടതില്ല. അതെവിടെയാ ഇസ്ലാം പറയുന്നത്? ഷൂന്റെ മുകളിൽ ഇങ്ങനെ തടവിയാൽ മതി എന്നാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ തടവേണ്ടത് അടിയല്ലേ? എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ, അടിയല്ല കഴുകാൻ കൽപ്പന വരേണ്ടത്. ഇസ്ലാം പറയുന്നത് മുകളിൽ തടവാനല്ലേ? അപ്പൊ മനസ്സിലായി, നിന്റെ ബുദ്ധിയും യുക്തിയും കൊണ്ടല്ല ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. എല്ലാ വിഷയത്തിനും യുക്തിയും ബുദ്ധിയും ഉണ്ടാകാം. നമ്മളുടെ ഈ മണ്ടയിലോ ഈ തലച്ചോറിൽ അത് ഉദിച്ചു വരണമെന്നില്ല. അങ്ങ് പറഞ്ഞാൽ നമ്മൾ കേൾക്കുക. സമീഅനാ വ അത്വനാ. പ്രിയമുള്ളവരെ, പറഞ്ഞു വരുന്നത് ബൽഅബ് ഇബ്നു ബാഊറ എന്ന് പറയുന്ന ലോകത്ത് ലൗഹുൽ മഹ്ഫൂദ് നോക്കി വിശുദ്ധമായ ദർസ് നടത്തിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ പണ്ഡിതനെ വിശുദ്ധ ഖുർആൻ ഒരു നായന്റെ സ്ഥാനത്തേക്ക് താഴ്ത്തി പറയാൻ കാരണം അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചില്ല എന്നതാണ്. ഇങ്ങനെ ഏത് വിഷയം നമ്മൾ എടുത്തു നോക്കിയാൽ അദബ്, ബഹുമാനം എന്നുള്ളത് ഏറ്റവും വലിയ ഒരു വിഷയമാണ്.
നിങ്ങൾ നോക്കൂ, ഒരു ഉപ്പ ആരെങ്കിലും മരണപ്പെട്ടാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ ത്വാഅത്തിലായ അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. ഒരാൾ മരണപ്പെട്ടാൽ ആരാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്? എല്ലാ ഫിഖിന്റെ കിതാബിലും കാണാം തന്റെ മകനാണ്. അവരില്ലെങ്കിൽ അങ്ങനെ ക്രമമായി ഇസ്ലാം പറയുന്നുണ്ട് ആരാണ് നിൽക്കേണ്ടത്. എന്നാലോ മയ്യത്ത് മുന്നിൽ വെച്ച ആൾക്കൂട്ടത്തിനിടയിൽ എല്ലാവരും ആദരിക്കുന്ന ഒരു സയ്യിദ് അവിടേക്ക് കടന്നു വന്നാലോ, ഒരു വലിയൊരു ആലിമ സദസ്സിലേക്ക് വന്നാലോ അവിടെ നിയമം ചേഞ്ചായി എന്നാണ്. സുന്നത്തിനേക്കാളും നീ അദബിനിക്ക് മുൻഗണന നൽകിക്കോ എന്നാണ് ഇസ്ലാം പറയുന്നത്. ആ സയ്യിദിനെ മുന്നിൽ നിർത്തുക. പ്രശ്നാക്കാനൊന്നുമില്ല, എന്റെ അവകാശമല്ലേ, നിങ്ങൾ എങ്ങനെ നിന്നു? അവകാശം അങ്ങ് വിട്ടുകൊടുക്കുക. അവകാശങ്ങളെ അവർക്ക് വിട്ടുകൊടുക്കണം, അദബിനെ മുന്തിക്കണം. അതാണ് ഇസ്ലാം. ഇബാദത്തുകൾ കമ്മിയുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ ശിആറുകളോട് മദ്രസ, പള്ളി, ഔലിയാക്കൾ, ആലിമീങ്ങൾ തുടങ്ങി ദീനിന്റെ ശിആറുകളോടുള്ള ബഹുമാനം കൊണ്ട് നമുക്ക് ഉന്നത സ്ഥാനം കിട്ടാൻ കഴിയും. ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമിങ്ങളെ ചരിത്രം മുഴുവനും എടുത്തു നോക്കിയാൽ ഉന്നതമായ സ്ഥാനത്തിലേക്ക് അവർ വളർന്നതും ഉയർന്നതും മാതാപിതാക്കളോടുള്ള അതിരറ്റ ബഹുമാനം കൊണ്ടല്ലേ. ബഹുമാനത്തിന് വലിയ സ്ഥാനമാണ്. ഒരു ഉദാഹരണം കൂടി പറയാ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല, വലിയ മദ്ഹബിന്റെ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ്. ഷാഫി ഇമാമിന്റെ പേര് കേൾക്കുമ്പോ ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം പറയും റളിയല്ലാഹു അൻഹു. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പണ്ഡിതനായിരുന്നു ഷാഫി ഇമാം. ഏതുവരെ? അവിടുത്തെ ചരിത്രം പറഞ്ഞാൽ നീണ്ടുപോകും. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എന്ന തന്റെ ഉസ്താദിന്റെ ദർസിൽ ചെറുപ്പത്തിൽ ഓതിപ്പടിക്കുമ്പോൾ തന്നെ വലിയ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള വലിയ പണ്ഡിതനായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നിങ്ങൾ നോക്കൂ. ഷാഫി ഇമാം ഖുനൂത്ത് സുബ്ഹി നിസ്കാരത്തിൽ ഓതുക എന്നത് സുന്നത്താണ് എന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച മഹാനല്ലേ. അതുകൊണ്ടാണ് ഷാഫി മദ്ഹബ് പ്രകാരം എവിടെയെല്ലാം ലോക മുസ്ലിമീങ്ങളുണ്ട് അവരൊക്കെ സുബ്ഹിക്ക് ഇങ്ങനെ ഖുനൂത്ത് ഓതുകയാണ്. എന്നാൽ ഷാഫി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? താബീങ്ങളെ കണ്ട മഹാനല്ലേ, വലിയ പ്രമുഖനായ പണ്ഡിതനല്ലേ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മദ്ഹബിൽ സുബ്ഹിക്ക് ഖുനൂത്ത് ഓതൽ സുന്നത്തില്ല. അത് മദ്ഹബ് തമ്മിലുള്ള പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും പുത്തൻവാദി ഖുനൂത്ത് വേണ്ട എന്ന് പറയുമ്പോ ശക്തമായ ആയത്തും ഹദീസും ഓതി നമ്മുടെ പണ്ഡിതന്മാർ അവരെ നേരിടും. കാരണം എന്തേ? ഓൻ വിവരമില്ലാതെ പറയാണ് ഖുനൂത്ത് വേണ്ട. ഓ നേരിട്ട് ഖുർആനും സുന്നത്തും നോക്കിയിട്ടാ പറയുന്നത് ഖുനൂത്ത് വേണ്ട. ഓൻ എന്തറിയാ ഖുർആൻ, ഇവനിക്കെന്തറിയാ സുന്നത്ത്? അവരെ ശർറിനെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. പക്ഷേ അബൂ ഹനീഫ ഇമാം ഖുനൂത്ത് വേണ്ട എന്ന് പറഞ്ഞാലോ അംഗീകരിക്കാനും സ്വീകരിക്കാനും അമൽ ചെയ്യാനും ലോകത്ത് മുസ്ലിമീങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ മദ്ഹബ് സ്വീകരിച്ച് ജീവിക്കുന്നത് അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബല്ലേ ലോകത്ത്. എന്തേ? അബൂ ഹനീഫ ഇമാമിന് യോഗ്യതയുള്ള പണ്ഡിതനല്ലേ. ഖുർആനും ഹദീസും നോക്കി ഒരു വിധിയും മസ്അലയും പറയാൻ കൃത്യമായി അവകാശവും അർഹതയുമുള്ള മുജ്തഹിദായ ഇമാമല്ലേ അബൂ ഹനീഫ. നേരിട്ട് ഖുർആനും ഹദീസും നോക്കി ഒരു മസ്അല കണ്ടെത്തണമെങ്കിൽ 10 ലക്ഷത്തിലേറെ ഹദീസ് മനപ്പാഠം വേണം.
ഖുർആനിന്റെ എല്ലാ വിശദീകരണങ്ങളായ ഹദീസുകൾ മുഴുവനും അറിയണം. അതറിയുന്ന മുജ്തഹിദായ ഇമാമാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഖുനൂത്ത് വേണ്ടാന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ച മഹാനാണ്. പക്ഷേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവസരത്തിൽ ഇമാം അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല. അബൂ ഹനീഫ ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്. ഷാഫി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദ് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു. ഒരു അഭിപ്രായത്തിൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന അതേ ദിവസമാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് എന്നാണ്. പക്ഷേ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ ഒരു സുബ്ഹി നിസ്കാര നേരം എത്തിയപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഖുനൂത്ത് ഓതാതെ നിസ്കരിക്കുന്നു. എന്തേ അങ്ങനെ നിസ്കരിച്ചത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത്, എന്റെ മുന്നിൽ കിടക്കുന്ന മഹാൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അല്ലേ. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് ഖുനൂത്ത് വേണ്ട എന്ന് സ്ഥാപിച്ച പണ്ഡിതനല്ലേ. അവിടുത്തെ ഹളറത്തിൽ വെച്ച് ഞാൻ എങ്ങനെ ഖുനൂത്ത് ഓതാനാണ്? അതിനർത്ഥം ഖുനൂത്ത് സുന്നത്തില്ല എന്നല്ല. ഖുനൂത്ത് ഓതണമെന്ന് കിതാബുകൾ എഴുതിയ മഹാനാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു. പക്ഷേ അത് അദബാണ്, ബഹുമാനമാണ്. അത് തഅലീമാണ്, ബഹുമാനമാണത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇവിടെ സ്ഥിതി ചെയ്ത് തുടക്കം കുറിച്ച ഈ മഹത്തായ മനോഹരമായ മദ്രസ അടക്കം, ഈ മനോഹരമായ മസ്ജിദ് അടക്കം, ലോകത്തെവിടെയെല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളായ അടയാളങ്ങളായ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മുഴുവനും നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ഒരു നിലക്കും അതിനോട് മനസ്സ് തിരിഞ്ഞോ പുറം തിരിഞ്ഞോ നിൽക്കരുത്. അത് അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നമാണ് എന്ന നല്ല ബോധം നമുക്ക് വേണം. അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമുക്ക് പ്രൗഢഗംഭീരമായ പ്രഭാഷണം നടത്താൻ ഉസ്താദ് അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ആ റാക്കിലിരിക്കുന്നവരൊക്കെ മുന്നിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്ന ആൾക്കൊന്ന് സദസ്സ് ഭംഗിയായി കണ്ട ഓർക്കും ഒരു ആവേശം ഉണ്ടാവും പ്രസംഗിക്കാൻ. എല്ലാവരും മുന്നിലേക്ക് വരും. അപ്പൊ പ്രിയമുള്ളവരെ, നല്ലൊരു മജ്ലിസ്, ശവ്വാലിന്റെ വിശുദ്ധമായ ശവ്വാല് മാസത്തിലാണല്ലോ നാം ഉള്ളത്. വിശുദ്ധമായ റമദാനിൽ 30 ദിവസവും നോമ്പ് നോറ്റ് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി. പക്ഷെ അതെല്ലാവരും മുന്നിൽ വരും. കാണാൻ ഉസ്താദ് ഇങ്ങനെ സ്റ്റേജിൽ കയറി വരുമ്പോ നല്ലൊരു സദസ്സ് ഭംഗിയായി കണ്ട ഉസ്താദിന് എന്ത് റാഹത്താവും. നമ്മ ഇങ്ങനെ ക്ഷണിച്ചിട്ടല്ലേ ഉസ്താദ് വരുന്ന, നമ്മൻ സ്വീകരിക്കണ്ടേ ഉസ്താദിന്. എല്ലാവരും മുന്നിൽ വന്ന് നല്ല ഉഷാറായിട്ട്. വിശുദ്ധമായ ശവ്വാലിലാണല്ലോ നാം ഉള്ളത്. വിശുദ്ധമായ റമദാൻ മുഴുവനും നോമ്പ് നോറ്റ് ആത്മീയമായി നല്ല ഉണർവ് ലഭിച്ച് വിശുദ്ധമായ ശവ്വാലിലേക്കാണ് ഞാൻ പ്രവേശിച്ചിട്ടുള്ളത്. ശവ്വാലും നമ്മളിൽ നിന്ന് വിട പറയാൻ പോവാണ്. ഈ ശവ്വാലിലാണ് ഞാൻ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന നേതാവല്ലേ CM വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നല്ലോണം മഹാന്മാരെയും ബഹുമാനവും അവരോടുള്ള മഹബ്ബത്തും നമ്മളിൽ ഉണ്ടാവണം. അള്ളാഹിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നിടത്ത് തഫ്സീറിൽ ആ ചിഹ്നങ്ങളെ എണ്ണിയതായി കാണാം. ഏതാണത്? ഔലിയാക്കള്, അംബിയാക്കള്, സ്വാലിഹീങ്ങള്, പള്ളികള്, ദീനുമായി ബന്ധപ്പെട്ട എല്ലാം അള്ളാഹിന്റെ ദീനിന്റെ അടയാളങ്ങളാണ്. അതിനെ ബഹുമാനിക്കണം. ഈ ശവ്വാലിന്റെ രാജാവാണല്ലോ CM വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്താണ് ലോകം മുഴുവനും CM വലിയുല്ലാഹിയെ സ്മരിക്കാൻ കാരണം?
CM വലിയുല്ലാഹി റഈസു സാഹിദീൻ ഖുത്ബുൽ ആലം CM വലിയുല്ലാഹിൽ മടവൂരിയെ ഷവ്വാലിൽ പ്രത്യേകിച്ചും അവിടുത്തെ ഉറൂസ് നടക്കുമ്പോ ലോകം മുഴുവനും മടവൂരിലേക്ക് ഇങ്ങനെ ഒഴുകുകയല്ലേ? എന്തുകൊണ്ടാണ്? CM വലിയുല്ലാഹിൽ മടവൂരിയുടെ ഒന്നാമത്തെ അവിടുത്തെ മഹത്വം എന്നുള്ളത് അള്ളാഹുവിന്റെ ഇൽമിനെ വളരെയേറെ സ്നേഹിച്ചു എന്നത് തന്നെയാണ്. ദീനിയായ അറിവുകളെ, ദീനിയായ വിജ്ഞാനങ്ങളെ നെഞ്ചിലേറ്റ് സ്നേഹിച്ചു മഹാനവറുകൾ. 30 വർഷക്കാലം വിജ്ഞാനത്തിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ് CM വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്. ചില്ലറക്കാരനല്ല. അതുകൊണ്ടാണ് വലിയ സ്ഥാനം അല്ലാഹു നൽകിയത്. ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു ഒരാൾക്ക് വലിയ ഖൈർ നൽകാൻ ഉദ്ദേശിച്ചാൽ അവൻ അല്ലാഹു ദീനിൽ അറിവുള്ളവനാക്കും, പണ്ഡിതനാക്കും. CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ ആരായിരുന്നു? ഒരുപാട് പ്രദേശങ്ങളിൽ മുദർരിസായി സേവനം ചെയ്ത് ഒരുപാട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആലിമീങ്ങളുടെ ഉസ്താദായി നമ്മുടെ മഹാനായ താജുശ്ശേരി അലിക്കുഞ്ഞ് ഉസ്താദ് അവറുകളുടെ ഉസ്താദായിരുന്നു CM വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ബാഖിയാത്തു സ്വാലിഹാത്തിൽ 1-ാം സ്ഥാനം ബാഖവി ബിരുദം നേടി. ഒരുപാട് മഹല്ലുകളിൽ മുദർരിസായി പഠനകാലത്ത് തന്നെ വളരെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമുള്ള നല്ലൊരു മുതഅല്ലിമായി ആലിമായി വളർന്ന മഹാനല്ലേ? അവിടുത്തെ മൗലുദിൽ കാണാം, ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ രണ്ടാമത് അതിനെ നോക്കേണ്ട ആവശ്യമില്ലാത്ത വിധം അത് മുഴുവനും മനഃപ്പാഠമായി. ലോകത്തുള്ള ഏത് ഔലിയാക്കളെ നിങ്ങൾ എടുത്തു നോക്കൂ പ്രിയമുള്ളവരെ, അവരുടെ എല്ലാം ഒന്നാമത്തെ പ്രത്യേകത അവർ അള്ളാഹുവിന്റെ ദീനിയായ ഇൽമിനെ, ആ ദീനിയായ ഇൽമു പഠിക്കുകയും അള്ളാഹിന്റെ ദീനിന്റെ ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയും ചെയ്തു എന്നതാണ്. അതാണ് ലോകം. അതിനാരും ഇത് വലിയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഉഖ്റവിയായ ഔലിയാക്കളും ആലിമീങ്ങളുമാണെങ്കിൽ ജനങ്ങൾ അവരെ നെഞ്ചിലേറ്റ് സ്വീകരിക്കും. അല്ലാതെ ഔലിയാക്കളോ അല്ലെങ്കിൽ ഉഖ്റവിയായ ഒരു ആലിമു എന്ന് ധരിപ്പിക്കാൻ വേണ്ടി പച്ച ഒരു 10 മോതിരമോ 4 തട്ടമോ ഇട്ട് പ്രത്യക്ഷപ്പെടേണ്ടതില്ല. കാണുമ്പോൾ തന്നെ ജനമനസ്സുകളിൽ വലിയ ഒരു മഹബത്തുണ്ടാകും. ലോകത്തുള്ള എല്ലാ മഹാന്മാരെയും നിങ്ങൾ എടുത്തു നോക്കി, അവർ വളർന്നു ഉയർന്നു ഉന്നത സ്ഥാനത്തിലെത്താൻ ഒന്നാമത്തെ കാരണം തന്നെ തീർച്ചയായും അവരുടെ അറിവ്, ദീനിയായ ഇൽമു പഠിക്കാൻ അവർ ഒരുപാട് സമയം ചെലവഴിച്ചു എന്നതാണ്. ചില്ലറ സമയമല്ല. അറിയപ്പെട്ട എല്ലാ മഹാന്മാരെ നിങ്ങൾ എടുത്തു നോക്കും, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ അവർ അറിവ് പഠിച്ചു, ഇൽമു പഠിച്ചു എന്നതാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ആരാ? ലോകത്ത് സ്വഹീഹ് മുസ്ലിം എന്ന ഹദീസ് കിതാബ് ഈ ലോകത്തിന് സമ്മാനിച്ച മഹാനല്ലേ? ആ മഹാന്റെ വഫാത്ത് എങ്ങനെയായിരുന്നു ചരിത്രത്തിൽ കാണാം. കിതാബുകൾ ഹദീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ്, ഒരു മസ്അല അല്ലെങ്കിൽ ഒരു അറിവ് കിട്ടാൻ വേണ്ടി ഒരുപാട് കിതാബുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, രാത്രിയും 24 മണിക്കൂർ. എന്നിട്ടോ തൊട്ടപ്പുറത്ത് ഈത്തപ്പഴയുടെ ഒരു ചാക്കിങ്ങനെ വെക്കും. കിതാബ് നോക്കുമ്പോ കിതാബ് നോക്കിക്കൊണ്ടിരിക്കെ ഓരോ ഈത്തപ്പഴം ഇങ്ങനെ തിന്നുമെന്നാണ് ചരിത്രത്തിൽ കാണാം. ഈത്തപ്പഴം തിന്നത് അധികമായി രോഗം വന്ന് അവിടെ നിന്ന് വഫാത്തായ മഹാനാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു. അവരൊക്കെ വഫാത്താകുന്നതിന്റെ അഡ്രസ് നിങ്ങൾ നോക്കൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായപ്പോ ഇന്ന് ഞങ്ങൾ അവരുടെ ചരിത്രം പറയാം. കിതാബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ
ഉറക്കം വരാതിരിക്കാനും ഒരു ആവേശം കിട്ടാനും ഓരോരോ ഈത്തപ്പഴം ഈത്തപ്പഴം തിന്നത് അധികമായി രോഗം വന്ന് വഫാത്തായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഉലമാക്കളെയും ഔലിയാക്കളുടെയും ചരിത്രം ഏത് നിങ്ങൾ എടുത്താലും, നമ്മളൊക്കെ ഇന്ന് ദർസ് പഠിക്കാന്ന് പറഞ്ഞാൽ ഒരു 7 വർഷം അല്ലെങ്കിൽ 8 വർഷം, അതന്നെ ഒരുപാട് തവണ നാട്ടിൽ വന്നിട്ടും അങ്ങോട്ട് പോയിട്ടും ഇങ്ങനെ പോയിട്ടും അതൊക്കെ തീരും. ഞാൻ പഠിക്കുന്നെന്ന് പറയുന്നത് കേവലം ഒരു പേരിനുള്ള പഠനമല്ലേ. കഴിഞ്ഞുപോയ മഹാന്മാരുടെ അറിവിന്റെ ആഴവും അവർ പഠനത്തിന് വേണ്ടി ചെലവഴിച്ചതും ഷാഫി ഇമാം പഠിക്കാൻ വേണ്ടി ചെയ്ത യാത്രകൾ എത്രയാണ്. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അവിടെ നിന്ന് നേരെ ഉറങ്ങിയിട്ടില്ല ജീവിതത്തിൽ എന്നാണ്. എന്തേ? ഉറങ്ങാൻ ഇങ്ങനെ കിടക്കുമ്പോ പെട്ടെന്ന് ഓർമ്മ വരും ഒരു മസ്അല, ഉടനെ തന്നെ എഴുന്നേറ്റ് കിതാബ് നോക്കും. അങ്ങനെ ജീവിതം തീർത്ത മഹാനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ചില ഇമാമിയങ്ങൾ സമയം വേസ്റ്റായി പോകുമോ എന്ന് പേടിച്ച് നല്ല ഗട്ടിയുള്ള ഒരുപാട് നേരം ചവക്കാൻ ലഭിക്കുന്ന ഭക്ഷണം അവർ കഴിക്കില്ല എന്നാണ്. എന്തേ? കൂടുതൽ ചവച്ചരച്ച് സമയം നഷ്ടപ്പെടും. വായിലിട്ടാൽ പെട്ടെന്നുള്ളോട്ട് പോകുന്ന അരിയാഹാരമോ എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ തിന്നുപോകുന്നതേ അവർ കഴിക്കൂന്നാണ്. സമയം അത്രയും കിതാബിന് വേണ്ടി ചെലവഴിക്കണം. ഒരു ഇമാമത പേരെനിക്ക് ഓർമ്മ വരുന്നില്ല, വലിയൊരു മഹാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ ഇന്ന ഹദീസ് എനിക്ക് കാണിച്ചു തരണം, കിതാബിൽ പഠിപ്പിച്ചു തരണം. അദ്ദേഹം ഇങ്ങനെ വായ കൊണ്ട് ആ ഹദീസ് എന്തോ പറഞ്ഞപ്പോ അത് കിതാബിൽ അങ്ങ് കാണിക്കണം. അദ്ദേഹം കിതാബ് എടുക്കാൻ പോകുമ്പോ ഈ മഹാൻ പറയുന്നുണ്ട്, പോകണ്ട, അതിനിടയിൽ നിങ്ങൾ മരിച്ചു പോയാൽ എനിക്ക് ആ ഇൽമു നഷ്ടപ്പെടും, അത് പറഞ്ഞ് പൂർത്തിയാക്കി പോയാ മതി. എത്രയാണ് അവർ ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അവരെ ജീവിതം സമർപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതെല്ലാ അറിവുകൾക്ക് അവർ അതുകൊണ്ട് ആ ഇൽമിനെ ബഹുമാനിക്കുകയും ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയും ചെയ്തത് കൊണ്ടാണ് ലോകത്തവർക്ക് വലിയ അഡ്രസ് ഉണ്ടായത്. ചെറിയ അഡ്രസ് അല്ലല്ലോ. ഇമാം നബവി റളിയല്ലാഹു അൻഹു 40 വർഷം ജീവിച്ച മഹാനാണ്. ഇൽമിൽ, കിതാബിലും ഇൽമിലും അള്ളാഹുവിന്റെ അറിവിലും ഇങ്ങനെ മുങ്ങിക്കുളിച്ചപ്പോ കല്യാണം കഴിക്കാൻ വരെ മറന്നുപോയി എന്ന് ചരിത്രത്തിൽ കാണാം. എന്തേ കല്യാണം കഴിക്കാത്തത്? എത്രയോ കിതാബുകൾ ചെറിയ പ്രായം കൊണ്ട് എഴുതി. അവിടുത്തെ എഴുത്ത് വായിച്ചാൽ, കിതാബ് നോക്കിയാൽ അദ്ദേഹം ഒരുപാട് വർഷം ജീവിച്ചോ എന്ന് തോന്നിപ്പോകും. ഇൻഷാ അല്ലാഹ് മുന്നരായ മിസ്ബാഹി ഉസ്താദ് അവർകൾ, ഹംസ മിസ്ബാഹി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും കേരളത്തിലും കർണാടകയിലും അറിയപ്പെട്ട വളരെയേറെ തിരക്കുള്ള ബിസിയുള്ള എന്നും ദൈനംദിനം പ്രഭാഷണമുള്ള ഒരു പ്രഭാഷകനാണ് നമ്മുടെ വേദിയിലെത്തിയത്. ഉസ്താദിനൊക്കെ സദസ്സ് കാണുമ്പോൾ കുറച്ചാളെ കാണും. വലിയ വലിയ സദസ്സിലൊക്കെ പ്രസംഗിക്കുന്ന വലിയ പണ്ഡിതനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. സൗദി അറേബ്യയിൽ ഒരു പ്രാവശ്യം ഉസ്താദ് വന്നപ്പോ കൂടെ നടക്കാനും സംസാരിക്കാനും സൗഹൃദം പുതുക്കാനും ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ. എല്ലാവരും സദസ്സ് മുന്നിൽ വന്നിരുന്ന ഉസ്താദിനൊരു ആവേശം. ഉസ്താദ് നല്ല പ്രഭാഷണം, ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളെ മനം കവർന്ന പ്രൗഢമായ പ്രഭാഷണം ഉസ്താദ് നടത്തും. അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവരും മുന്നിലേക്ക്.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരുമിച്ച് കൂടൽ അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച 17-ാം തീയതി കേരള മുസ്ലിം ജമാഅത്ത് മഞ്ചേശ്വരം സോൻ നടത്തുന്ന ആദർശ സമ്മേളനം നമ്മുടെ ഈ തൊട്ടടുത്ത ഹൊസങ്കടിയിൽ വെച്ച് പ്രൗഢമായി നടക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് അതറിയാനും പഠിക്കാനും വിദയികളുടെ എല്ലാ വികലവാദങ്ങളും തിരിച്ചറിയാനും വലിയ ഒരു അവസരമാണ് നമുക്ക്. നമ്മളാണത് വിജയിപ്പിക്കേണ്ടത്. വന്യരായ ശൈഖുന ആദർശ പോരാട്ടത്തിന്റെ ഇതിഹാസം സൃഷ്ടിച്ച മഹാനായ വന്യരായ ശൈഖുന പേരോട് ഉസ്താദ് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ അത് പോയി ആ സമ്മേളനം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഇന്ന് വിധൈകളെ നമുക്കറിയാലോ, പല വിധത്തിലും നമ്മുടെ ഈമാൻ കവർന്നെടുക്കാൻ പല കോലത്തിലും ഭാവത്തിലും അവർ അഭിനയിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് സമൂഹത്തെ കൊള്ളയടിച്ച് ഈ റമദാനിൽ വരെ പാവപ്പെട്ടവരെ സക്കാത്ത് അവരെ സംഘടനയ്ക്ക് വേണ്ടി അവർ വാങ്ങി. റമദാനിൽ ബാങ്ക് അങ്ങോട്ടിങ്ങോട്ടാക്കി അവർ റമദാനിൽ നിയ്യത്ത് നിങ്ങൾ ബാങ്ക് കൊടുത്താലും തിന്നോളൂ എന്ന് ഫത്വ പുറപ്പെടുവിച്ച് റമദാനിലെ നോമ്പും ബാത്തിലാക്കി. എല്ലാ ഇബാദത്തുകളും ബാത്തിലാക്കി മനുഷ്യരെ നരകത്തിലേക്ക് നയിക്കാൻ ഇബ്ലീസിന്റെ അനുയായികളായി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ഈമാനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഈ വലിയ ഒരു ഉത്തരവാദിത്വം കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമായ കേരള മുസ്ലിം ജമാഅത്ത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സോനുകളിലും ആദർശ പ്രഭാഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇതേ വരുന്ന വ്യാഴാഴ്ച 17-ാം തീയതി വൈകുന്നേരം വസങ്കടിയുടെ ഹൃദയഭാഗത്ത് വിപുലമായ പ്രൗഢമായ വലിയ പ്രഭാഷണം നടക്കുകയാണ്. ശൈഖുന പേരോട് ഉസ്താദും വഹാബ് സഖാഫി മമ്പാടും തുടങ്ങി പ്രഗത്ഭരായ നേതാക്കളൊക്കെ വരുന്ന വലിയ വിപുലമായ പ്രോഗ്രാമാണ്. നിങ്ങളേവരെയും ആ മഹത്തായ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.